പറഞ്ഞ് നടക്കുന്നത് എന്താ? നിങ്ങൾക്ക് എവിടെയാണുള്ളത് എന്നാണ് CPM-നോട് ചോദ്യം. തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കുക, നിങ്ങൾക്ക് എവിടെയാണുള്ളത്? കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസ് ഉണ്ടോ? ലീഗില്ലാതെ കോൺഗ്രസിനെ പറ്റി ആലോചിക്കാൻ കഴിയുമോ? വയനാട് വന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ലീഗില്ലെങ്കിൽ? ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഒന്നുമില്ല കാര്യമായിട്ട്. കർണാടകത്തിൽ നിങ്ങളില്ല, അല്ല കർണാടകത്തിലല്ല, ഇവിടെ തമിഴ്നാട് നിങ്ങളില്ല. കർണാടകത്തിലാണ് ഇപ്പോൾ അല്പം മെച്ചപ്പെട്ട് നിൽക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമോ മത്സരമെന്ന് എനിക്ക് പറയാനാവില്ല. തെലുങ്കാനയിലും ഈ രണ്ടെണ്ണം ഒഴിച്ചാൽ ബാക്കി നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഒഡീഷയിലുണ്ടോ? ഇല്ല. ആന്ധ്രയിലുണ്ടോ? ഇല്ല. നിങ്ങൾ ബംഗാളിലുണ്ടോ? ഇല്ല. നിങ്ങൾ ത്രിപുരയിലുണ്ടോ? ഇല്ല. നിങ്ങൾ ആസാമിലുണ്ടോ? ഇല്ല. നിങ്ങൾ UP-യിലുണ്ടോ? ഇല്ല. നിങ്ങൾ രാജസ്ഥാനിലുണ്ടോ? ഇല്ല. നിങ്ങൾ മധ്യപ്രദേശിലുണ്ടോ? ഇല്ല. നിങ്ങൾ ഗുജറാത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾ മഹാരാഷ്ട്രയിലുണ്ടോ? എവിടെയാണ് ഈ കോൺഗ്രസ് പ്രബലമായിട്ടുള്ളത്? ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലും കോൺഗ്രസ് ഇല്ല. നിങ്ങൾക്ക് 40-44 സീറ്റാണ്. ഈ സീറ്റും വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയാവാൻ പുറപ്പെടുന്നു വെച്ചാൽ നിങ്ങളെ അഹന്ത എന്നല്ലാണ്ട് എന്തു പറയാൻ? ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് BJP-യെ തോൽപ്പിക്കാനുള്ള അജണ്ടയുടെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മധ്യപ്രദേശിൽ യോഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ യോഗയും നടത്തിയില്ല. നിങ്ങൾ സ്റ്റേജിൽ വന്നിരിക്കാൻ തീരുമാനിച്ച പ്രധാനപ്പെട്ട യോഗം പാറ്റ്ന യോഗമാണ്. അത് കോൺഗ്രസ് സംഘടിപ്പിച്ചതല്ല. അവിടെ എല്ലാവരും ചേർന്ന്, ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ വലിയ ഒരു റാലി. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല, തർക്കവുമില്ല. അത് വേണം, എല്ലാ സ്ഥലത്തും വേണം.